ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വെയിൽസിൽ നിന്നുള്ള നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. രണ്ടാമത്തെ ദിവസം നമ്മളിപ്പം താമസിച്ച ഹോട്ടലിൽ നമ്മൾ വെക്കേറ്റ് ചെയ്ത് ഇറങ്ങി. നമ്മളിപ്പോൾ പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ നമ്മളിനി വണ്ടിയിൽ കയറി നേരെ നമ്മുടെ കൂടെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു, ആയുഷ്. അപ്പോൾ ആയുഷ് താമസിക്കുന്ന അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണിന്ന്. അപ്പോൾ അവൻ്റെ കൂടെ പോയി അവരെയും കൂടെ പിക്ക് ചെയ്ത് നമ്മൾ അവിടുന്ന് അടുത്ത ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് അവിടെ ചെന്ന് അവനെ പിക്കപ്പ് ചെയ്ത് പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ തൊട്ട് ഇനി കാണാം. നമ്മൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് നമ്മൾ രണ്ടാമത്തെ ദിവസത്തെ യാത്ര ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് സ്വാൻസിയ ബീച്ചിൻ്റെ സൈഡിൽ കൂടിയാണ് പോകുന്നത്. അപ്പം നമ്മളിന്ന് ബീച്ചിൽ ഇറങ്ങുന്നില്ല. നമ്മൾ അതുപോലെ തന്നെ ബീച്ചിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് മംബിൾസ് റിസർവോയർ ആണ്. ആ റിസർവോയർ കാണാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ആദ്യം പോകുന്നത്. അപ്പോൾ അവിടെ പോകുന്നത് കൊണ്ട് നമുക്ക് ഈ ഒരു സ്വാൻസിയ ബീച്ചിലേക്ക് നമ്മൾ ഇറങ്ങാൻ പോരുന്നില്ല. അവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഇതെല്ലാം കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഒരുമിച്ച് ഈ ഒരു വീഡിയോയിൽ സ്വാൻസിയ ബീച്ചിൻ്റെ കുറച്ച് കാഴ്ചകൾ, അതുപോലെ തന്നെ മംബിൾസ് റിസർവോയറിൻ്റെ കുറച്ച് കാഴ്ചകൾ നിങ്ങൾക്ക് കാണിക്കാം. അപ്പോൾ നമ്മൾ മംബിൾസ് എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് ഇവിടെ ഒരു 2 മണിക്കൂറത്തേക്ക് 3 പൗണ്ടാണ് അവർ മേടിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ പാർക്കിങ് ചെയ്തു. അതിനുശേഷം നമ്മളിവിടെ അകത്തേക്ക് കുറച്ചുകൂടെ നടന്നു വന്നു. കുറച്ച് ദൂരമുള്ളൂ. നടന്നു വരുമ്പോൾ തന്നെ ഇവിടെ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഓപ്പൺ ആയിട്ടില്ല. നമ്മളിപ്പോൾ കുറച്ച് രാവിലെയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 9 മണി 9:30 ആകുന്നതേ ഉള്ളൂ. 10 മണി 10:30 ആകുമ്പോഴേ ഇവിടെ കടകളൊക്കെ ഓപ്പൺ ആകും. അപ്പോൾ നമ്മളിവിടെ വന്ന് നമ്മളിവിടുത്തെ ഈ ഒരു കാഴ്ചകളൊക്കെ ആസ്വദിച്ചിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ ആദ്യമേ തന്നെ നമുക്ക് കാണാൻ പറ്റും, അവിടെ ലൈറ്റ് ഹൗസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ലൈറ്റ് ഹൗസിൻ്റെ അങ്ങോട്ട് നമുക്ക് പോകണമെങ്കിൽ ബോട്ട് സർവീസ് മാത്രമേ ഉള്ളൂ. അത് ഓപ്പൺ ആകാനായിട്ട് ലേറ്റ് ആവും. ഏകദേശം 11 മണിയൊക്കെ കഴിയുമ്പോൾ മാത്രമേ അത് ഓപ്പൺ ആകത്തുള്ളൂ. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ കാണാനായിട്ട് പറ്റിയത് ഇവിടുത്തെ ഈ ഒരു കടലാണ് കേട്ടോ. കടലും അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയ ബീച്ച് സൈഡ് കാണാനായിട്ട് പറ്റും. ചെറിയൊരു ഏരിയ ആണ്. രാത്രിയാകുമ്പോൾ ഇവിടെ വെള്ളം ഇറങ്ങി പോകുമെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് നേരം വെളുത്ത് കുറച്ച് നേരം കൂടെ കഴിയുമ്പോൾ ഇവിടെയൊക്കെ വെള്ളമാകുമെന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് ആ മേളിലോട്ട് കാണുന്ന ഏരിയ നമുക്ക് നടക്കാനായിട്ട് പറ്റും. അതാണ് ശരിക്കുള്ളൊരു വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. നമുക്ക് അങ്ങോട്ട് കയറി പോകണം. അപ്പോൾ ഈ കാണുന്നതാണ് മംബിൾസ് പിയർ. അപ്പോൾ നമ്മൾ ചെറിയ ബ്രിഡ്ജ് പോലെ ഉണ്ട് കടലിൻ്റെ മേളിൽ കൂടെ. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി അവിടെയാണ് ബോട്ട് സർവീസും കാര്യങ്ങളും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് നമ്മൾ ആ മംബിൾസ് ലൈറ്റ് ഹൗസിലോട്ടൊക്കെ പോകുന്ന ബോട്ട് സർവീസസും ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ അത് ക്ലോസ്ഡ് ആണ്. ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഷോപ്സും കാര്യങ്ങളൊക്കെ. അതിൻ്റെ ബാക്ക് സൈഡ് കൂടെ നമുക്ക് ഇതുപോലെ തന്നെ നടന്നു പോകാനായിട്ട് പറ്റും. അവിടെ ഇരിക്കാനായിട്ടുള്ള കുറേ ഡൈനിങ് ഏരിയ ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് വരുന്നവർക്ക് ഇവിടെ വന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റിയൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ആ കാണുന്നതാണ് ഏത് ബീച്ചാണ് ഇത്? സ്വാൻസിയ ബീച്ച് എന്ന് പറയുന്നത്. സ്വാൻസിയ ബീച്ചിൻ്റെ കാഴ്ചകൾ നമുക്ക് ഇവിടെ നിന്ന് ചെറുതായിട്ട് കാണാൻ പറ്റും. ദൂരെയാണ്. നമ്മളതുകൊണ്ട് തന്നെ സ്വാൻസിയ ബീച്ചിൽ പോയിട്ടില്ല. അവിടെ ബീച്ച് ഏരിയ വളരെ കുറവാണ്. പക്ഷെങ്കിൽ നമുക്ക് അവിടെ പാർക്കിങ്ങിനുള്ള ഒരു സ്പേസ് കണ്ടെത്താൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ നേരെ ഇങ്ങോട്ട് പോന്നു. അപ്പം എവിടെയാണെങ്കിലും നമുക്കിവിടെ പാർക്കിംഗ് കണ്ടുപിടിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേങ്കിൽ ഈ ഒരു മംബിൾസിൽ ആണെങ്കിൽ ഇവിടെ പാർക്കിങ്ങിന് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അപ്പോൾ വരുന്നവർക്കാണെങ്കിൽ സുഖമായിട്ട് പാർക്ക് ചെയ്ത് പേയ്മെൻറ്റും ചെയ്ത് നമുക്കിവിടെ കാഴ്ചകൾ കാണാൻ പറ്റും. പിന്നെ തൽക്കാലത്തേക്കിന് അവരിപ്പോൾ ഇതുണ്ട്, ഇവിടെ ബോട്ട് സർവീസിൻ്റെ അവിടെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം ടൈം ആയിട്ടില്ല ഓപ്പൺ ആകാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ബോട്ടിൽ കയറാൻ വേണ്ടി പോകുന്ന ഒരു പിയറാണ് കാണുന്നത്. അതിലേ നടന്നു പോയിട്ട് വേണം നമുക്ക് ബോട്ടിൽ കയറാൻ വേണ്ടി. അപ്പോൾ അതുപോലെ തന്നെ ഇതുണ്ടോ, കടലിനകത്ത് ചെറിയതായിട്ട് അവർ ബോട്ടിങ് ചെറുതായിട്ടൊക്കെ നടത്തുന്നുണ്ട്. ഫിഷിംഗ് ആണോ എന്താണെന്ന് സംഭവം അറിയത്തില്ല. എന്താണെങ്കിലും നല്ലൊരു സ്ഥലം തന്നെയാണ് കേട്ടോ ഈ ഒരു സ്വാൻസിയ അല്ലെങ്കിൽ മംബിൾസ് എന്ന് പറയുന്ന ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇനി പോകാൻ പോകുന്നത് ആ ഒരു മേളിലായിട്ടുള്ള ഏരിയയിലാണ്. അപ്പോൾ അതിൽ കയറി പോകാനായിട്ട് സ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താണെങ്കിലും മേളിലേക്ക് പോയിട്ട് അവിടെ നിന്നുള്ള കാഴ്ചകളൂടെ കാണും. അപ്പോൾ നമ്മൾ ഈ ഒരു പിയറിൽ കൂടെ കുറച്ച് ദൂരം നടന്നു. അതിനുശേഷം നമ്മളിപ്പോൾ അടുത്തായിട്ട് ഇവിടെ ഈ താഴെയുള്ള ഈ ബീച്ച് ഏരിയയിലോട്ട് ഇറങ്ങാൻ പോകണം. അവിടെ ബീച്ചെന്ന് പറയാൻ പറ്റത്തില്ല, ചെറിയൊരു സ്ഥലമാണ്. വളരെ ചെറിയൊരു ഏരിയ ആണ്. അത്രേ ഉള്ളൂ. നമ്മളപ്പോൾ അങ്ങോട്ടൊന്ന് ഇറങ്ങിയിട്ട് ഏതായാലും വെള്ളത്തിലൊക്കെ തൊട്ട് നോക്കട്ടെ. ഇവിടെ വരെ വന്നതല്ലേ, അപ്പം
ഇവിടുത്തെ വെള്ളത്തിൻ്റെ തണുപ്പുണ്ടോ എങ്ങനെയാണ് അവസ്ഥ എന്നൊക്കെ നോക്കാം. കാരണം ഇന്നലെ വൈകിട്ടൊക്കെ നല്ല മഴയായിരുന്നു. അപ്പം അതുപോലെ തന്നെ വെള്ളത്തിന് ഇപ്പോൾ തണുപ്പായോ. നമ്മൾ ബീച്ചിൽ ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ച് വന്നതായിരുന്നു. പക്ഷേ നേരം വെളുത്തതേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പം തന്നെ പോയി ബീച്ചിൽ ഇറങ്ങുന്നു. ഭയങ്കര തണുപ്പാണെന്ന് വിചാരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഇറങ്ങുന്നില്ല. ഇതാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഫുള്ള് പെബിൾസാണ് കേട്ടോ. അത് കണ്ടോ, ഫുള്ള് പെബിളാണ് ഇവിടെ. നമുക്ക് എന്താണെങ്കിലും ഇവിടെ കുറച്ച് കല്ലുകളൊക്കെ എടുത്തുകൊണ്ട് പോകണം. വീട്ടിൽ പോയിട്ട് അക്വേറിയത്തിനകത്തൊക്കെ ഇടാനായിട്ട് കുറേ പറ്റിയ കല്ലുകളാണ്. കുറച്ച് കല്ലുകളൊക്കെ എടുക്കണം. അപ്പോൾ അതുപോലെ നമുക്ക് വെള്ളത്തിനകത്തൊക്കെ ഇറങ്ങി നോക്കാം. വെള്ളത്തിന് നല്ല സൂപ്പർ തണുപ്പാണ് കേട്ടോ. അതുകൊണ്ട് നമ്മളേതായാലും വെള്ളത്തിനകത്ത് ഇറങ്ങുന്നില്ല. വെള്ളത്തിനകത്ത് ഇവിടെ നല്ല തെളിഞ്ഞ വെള്ളമാണ്. അതുപോലെ തന്നെ ഇത് കുറേ പെബിൾസ് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് വെള്ളം കലങ്ങുന്നുമില്ല. അപ്പോൾ നമുക്ക് ഇറങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ രാവിലെ ആയതുകൊണ്ട് ഇന്ന് വെള്ളത്തിനകത്ത് ഇറങ്ങുന്നില്ല. പിന്നെ ഇത് കേട്ടോ, ഇവിടെ ഇറങ്ങി നിന്ന് ഈ മലകളൊക്കെ കാണുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ നമുക്കിത് കണ്ടു, ഇവിടെയും കുറച്ച് ചെറിയ ചെറിയ കല്ല് തൂനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അതിനകത്തൂടെ ഒന്ന് പോയി നോക്കാം. ഇവിടെ വന്നപ്പോഴാണ് ശരിക്കും കല്ലൊക്കെ കടയിൽ നിന്ന് മേടിക്കുന്നതിൻ്റെ വില മനസ്സിലാകുന്നത്. സൂപ്പർ കല്ലുകൾ. നമ്മളിത് കൊണ്ടുപോയിട്ടൊന്ന് നല്ലതായിട്ട് വാഷ് ചെയ്തിട്ട് നമ്മുടെ അക്വേറിയത്തിനകത്ത് ഇടാൻ പറ്റും. അപ്പോൾ ഇതുണ്ട്, വേറെ കല്ലിനകത്ത് കണ്ട് ഒരുപാട് ഹോളുകളൊക്കെ കല്ലൊക്കെ. അപ്പോൾ ഇത് 2-3 പേർക്കുമാണ് നമ്മുടെ അക്വേറിയത്തിനകത്ത്. രണ്ടും കൂടെ കല്ല് പെറുക്കുക. കല്ല് മാത്രമല്ല, പിന്നെന്താ ശംഖ് ഇതുണ്ടോ, അടുപ്പിച്ച് കാണിക്കും, നല്ല കാണാൻ പറ്റുള്ളൂ. ഇവിടെ ഒരുപാട് ടൈപ്പ് മറ്റേ കക്ക ഉണ്ടല്ലോ, കക്കായുടെ ഷെല്ല് കുറേ കിടപ്പുണ്ട്, ഒരുപാട് വെറൈറ്റി. അപ്പം നമ്മൾ ഇവിടെ മംബിൾസ് കണ്ടിട്ട് നമ്മൾ മേലിലോട്ട് കയറി വന്നു. നമ്മൾ താഴെ നിന്ന് കാണിച്ച ഒരു സ്ഥലം കാണാൻ വേണ്ടി കയറി വന്നതാണ്. കയറി വന്നപ്പോഴാണ് മനസ്സിലായത് ഇവിടെ ഒരു പാർക്കിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിലെ 2 റോഡുണ്ട്. അപ്പോൾ ഇതിലെ വരുന്നവർക്ക് ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഈ മേലിലോട്ടുള്ള നടന്ന് പോയി കാണാനായിട്ടുള്ള ഏരിയയിലൊക്കെ പോയി കാണാം. അപ്പോൾ ഞങ്ങൾ ഏതായാലും മേലിലോട്ട് നടന്നു പോവാണ്. അപ്പോൾ പോകുന്ന വഴി ഇത് കണ്ടാണ്, 2 സൈഡിൽ നിറച്ച് പുല്ലൊക്കെ പിടിച്ച് നിൽക്കുന്നൊരു സ്ഥലമാണ്. ഇതിനകത്തൂടെ ചെറിയതായിട്ട് ആൾക്കാർ നടന്നു പോയി ഇങ്ങനെ ചെറുതായിട്ട് വഴിയൊക്കെ തെളിഞ്ഞ് കിടപ്പുണ്ട്. അപ്പം നമ്മളും അതുപോലെ തന്നെ മേളിലോട്ട് കയറി പോവാണ്. മേളിൽ പോകുമ്പോഴാണ് ശരിക്കും താഴോട്ടുള്ള ഒരു ഫുള്ള് വ്യൂ കാണാൻ പറ്റുള്ളൂ. ഇപ്പം നടന്ന് നമ്മൾ ഈ മംബിൾസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഏറ്റവും ഉയരം കൂടി ഈ ഒരു ടോപ്പ് വ്യൂ കാണാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് കാണുമ്പോൾ കണ്ടോ, നമ്മൾ എത്ര ഉയരത്തിലാണ് നിൽക്കുന്നതെന്ന് ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഇപ്പോൾ വന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ താഴെ കാണുന്ന ഈ ഒരു ഏരിയ ആയിരുന്നു. ഇതുണ്ടോ, ഈ ഒരു ഏരിയയിലാണ് നമ്മൾ പോയിരുന്നത്. അവിടെ നമ്മൾ ഒത്തിരി ഒരു കുന്നും മലയൊക്കെ കയറിയാണ് നമ്മൾ ഏറ്റവും മുകളിലെത്തിയിരിക്കുന്നത്. ഇപ്പം ഈ നമ്മൾ പോയ ആ ഒരു പിയറാണ് ഈ കാണുന്നത്. അവിടെ നിന്നാണ് നമ്മൾ പറഞ്ഞ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ മേലിലോട്ട് കയറി വന്നു. അത് കഴിഞ്ഞ് ഇത് കണ്ടോ, ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റും. ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു വലിയ കുന്ന് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് ഇതിൽ നല്ല മനോഹരമായ റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ താഴേക്ക് നോക്കുമ്പോൾ നമ്മൾ വന്ന സൈഡല്ല, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഈ കാണുന്ന ഒരു വ്യൂ ഉള്ളത്. ഇവിടെ നമുക്ക് ഇറങ്ങാനായിട്ടൊക്കെ പറ്റും. പക്ഷെ നമ്മളിന്ന് അവിടെ ഇറങ്ങുന്നില്ല. കാരണം നമ്മളിപ്പോൾ ഈ ഒരു മേളിൽ നിന്ന് വീണ്ടും താഴോട്ട് ഇറങ്ങുന്ന വീണ്ടും ദുരന്തമാണ് കേട്ടോ. കാരണം ഇവിടുന്ന് കേട്ടോ ഭയങ്കര കുത്തനെയുള്ളൊരു ഇറക്കമാണ്. വേണമെങ്കിൽ നമുക്ക് ഇറങ്ങി പോകാം, പക്ഷേ നമ്മളിവിടെ മെർലിനും ഉണ്ട്. അപ്പോൾ അവൾക്ക് ഇറങ്ങാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് ഇറങ്ങുന്നില്ല. അപ്പം നമ്മൾ പറഞ്ഞ ആ ഒരു ലൈറ്റ് ഹൗസ് ആണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഉണ്ട്. ഇവിടെ വന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ പറ്റും. വളരെ കെയർഫുൾ ആയിട്ടിരിക്കണം. കാരണം ഇവിടെ നിന്നുള്ള
ഫുള്ള് കല്ലും കാര്യങ്ങളൊക്കെയാണ് താഴേക്ക്. അപ്പോൾ ഇറങ്ങിപ്പോകാനായിട്ടൊക്കെ ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടുന്ന് സൂക്ഷിച്ച് കെയർഫുള്ളായിട്ടിരുന്ന് വേണം നമ്മൾ ഫോട്ടോ എടുക്കാൻ, വീഡിയോ എടുക്കാനൊക്കെ. ഇവിടുന്നുള്ള വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര സൂപ്പറായിട്ടുള്ളൊരു വ്യൂ ആണ് കേട്ടോ. അതുകൊണ്ട് ആൾക്കാരൊക്കെ അതിൽ വണ്ടി അവിടെയും പാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ സൈഡിലേക്ക് ആ ഒരു കുന്നിൻ്റെ മേളിലോട്ടൊക്കെ നമുക്ക് പോകാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ സൂം ചെയ്ത് കാണിക്കാം. കണ്ടോ, ഇതാണ് ആ ഒരു ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കണ്ടോ, നമ്മളിവിടെ ഏറ്റവും ടോപ്പിൽ വന്ന സമയത്ത് ഇതാണ് ഏറ്റവും താഴെ നിന്നൊരു അപ്പച്ചൻ മീൻ പിടിക്കുന്നതാണ്. അപ്പം ഈ ഒരു ഏരിയയിൽ നമുക്ക് ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ പറ്റും. അതുപോലെ തന്നെ പക്ഷെങ്കിൽ ഇപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡിൽ അവിടെ ആ ഒരു ഏരിയയിൽ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്, നോ ഫിഷിംഗ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കാരണവശാലും അവിടെ പോകാൻ പറ്റത്തില്ല. പിന്നെ ഇപ്പം വേറൊരു കാര്യം എന്ന് പറയുന്നത്, ആ ഒരു ടവറിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇവിടെ നിന്നപ്പോഴാണ് കാണാൻ കഴിഞ്ഞത്, ഇവിടെ കുറച്ച് തെളിഞ്ഞ ഇത് കിടപ്പുണ്ട്, കല്ലും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. നമുക്ക് വേണം അതിലേ പോകാം. പക്ഷേ കുറച്ച് റിസ്ക് ആയതുകൊണ്ട് നമ്മൾ അതിലേ പോകുന്നില്ല. വേണമെങ്കിൽ അതിലേ പോയി കുറച്ചും കൂടെ വെള്ളം ഇറങ്ങി നിൽക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് ആ കാണുന്ന ഒരു ഏരിയയിലൂടെ നമുക്ക് പാസ് ചെയ്ത് അപ്പുറത്തേക്ക് പോകാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ആ ഒരു ലൈറ്റ് ഹൗസിൻ്റെ അവിടെ പോയിട്ട് നമുക്ക് വീഡിയോ എടുക്കാനായിട്ടും അവിടുത്തെ കാഴ്ചകൾ കാണാനായിട്ടൊക്കെ പറ്റും. ഇവിടെ നിന്നാൽ നമുക്ക് കുറച്ചും കൂടെ ക്ലീൻ ആയിട്ട് ലൈറ്റ് ഹൗസിൻ്റെ അവിടുത്തെ കാഴ്ചകൾ കാണാൻ പറ്റും കേട്ടോ. അതായത് നമ്മൾ രണ്ട് കുന്നുകളും അത് ഏകദേശം ഒരേ ഹൈറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ നിന്നുകൊണ്ട് അവിടുത്തെ കാഴ്ചകൾ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന ആ ഒരു ബീച്ചാണ് സ്വാൻസിയ ബീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിരുന്ന ഈ ഒരു ഏരിയയിലാണ് നമ്മൾ പാർക്ക് ചെയ്തിരിക്കുന്നത്. അവിടുന്ന് കയറി വരുന്നൊരു വഴിയാണ് ഈ കാണുന്നത്. ഇത് കണ്ടോ, ഇതിനെ ഫുള്ള് സ്റ്റെപ്പാണ്. ആ സ്റ്റെപ്പ് കയറി വേണം മേളിലേക്ക് വരാനായിട്ട്. കുറച്ച് കുത്തനെയുള്ള സ്റ്റെപ്പാണ്, അതുകൊണ്ട് സൂക്ഷിച്ച് വേണം കയറി വരാനായിട്ടും അതുപോലെ തന്നെ ഇറങ്ങിപ്പോകാനായിട്ടും. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഷോപ്പുകളൊക്കെ ഓപ്പൺ ആയി തുടങ്ങിയിട്ടുണ്ട്. ആൾക്കാരൊക്കെ ഫുഡ് കഴിക്കുകയൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് സ്വാൻസിയ ബീച്ചിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും, അതുപോലെ തന്നെ മംബിൾസ് എന്ന് പറയുന്ന ഈ ഒരു റിസർവറിൻ്റെ കാഴ്ചകളും. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്ന, വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതെ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാതിരിക്കും.